കണ്ടു നമ്മൾ കൊഞ്ചി പറഞ്ഞ കഥ, നമ്മൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ട്രിപ്പ് പോയാലോ? അത് നമ്മളിന്ന് ട്രിപ്പ് പോകുന്നത് 2-3 പേരായിട്ടൊന്നല്ല, നമുക്ക് ഒരു കൂട്ടം വനിതകളുടെ കൂടെ ഇന്നൊരു ട്രിപ്പ് പോയാലോ? ഞാൻ അധികം വളച്ചൊടിക്കുന്നില്ല. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ വീട്ടിലെ ചേച്ചിമാരുടെയും ആന്റിമാരൊക്കെ കൂടെ നമ്മളിന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ വലിഞ്ഞു കയറി കേട്ടോ, സാഹസികപരമായിട്ട്. അമ്മയുടെ കെയർ ഓഫിലാണ് ഞാനും മാമിയും കൂടെ പോകുന്നത്. അപ്പൊ ഞങ്ങളെല്ലാം റെഡി ആയി നിൽക്കുകയാണ്. നമുക്കിനി ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് പറയാം. എപ്പോഴത്തെ പോലെ തന്നെ മാമിക്കുട്ടി അമ്മൂമ്മ എന്താ ഫസ്റ്റ് തന്നെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനെന്താ എപ്പോഴത്തെ പോലെ ലേറ്റ് ആയിട്ട് കുളിച്ചിട്ട് മുടി പോലും ഉണക്കാതെ അതാ പിന്നാലെ പോകുന്നുണ്ട്. നമുക്ക് പോകാനുള്ള ട്രാവലർ കുറച്ച് അപ്പുറത്താണ് കേട്ടോ വന്നിട്ട്. നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ പോകണം. നമ്മൾ അച്ഛൻ കൊണ്ടാക്കും അവിടെ വരെ. അച്ഛൻ വരുന്നില്ല കേട്ടോ, ഞാനും മാമിക്കുട്ടിയും അമ്മയും ആണ് പോകുന്നത്. ഗൈസ്, നമ്മൾ വന്ന് കയറി 2 മിനിറ്റ് വണ്ടി എടുത്തു കേട്ടോ. നമ്മൾ വന്നതിന് ശേഷം ഒരു ടീമും കൂടെ വരാനുണ്ടായിരുന്നു, അതുകൊണ്ട് ലാസ്റ്റ് വണ്ടി ആവാതെ രക്ഷപ്പെട്ടു. ഇവിടെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പ്രെയർ സോങ് പാടാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ പ്രെയർ സോങ് പാടുന്ന ടീമിന്റെ കയ്യിലോട്ട് മൈക്ക് കൊടുക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ അവർ പാടുന്നുണ്ട്, പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഇവരിങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഇവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഗൈസ്. നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരുടെ ഒരു ഫുൾ വൈബ് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ വളരെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് ആദ്യം എത്തിയിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ആയമല ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. നമ്മൾ അടുത്തായിട്ട് എത്തിയിരിക്കുന്ന പൂവാറിലേക്കാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ബോട്ട് റൈഡിംഗ് ഒക്കെ പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, തലേ ദിവസം പെയ്ത അതിശക്തമായിട്ടുള്ള മഴയിൽ വെള്ളത്തിന് കുറച്ച് ഒഴുക്കൊക്കെ കൂടുതലായിട്ട് നിൽക്കായിരുന്നു. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ബോട്ട് റൈഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ചില്ലിയാന്ന് വിചാരിച്ചു. നമ്മൾ കൊഞ്ചി പറഞ്ഞ കഥ, നമ്മൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഭാഗ്യയുടെ അമ്മായി എങ്ങനെ ഒരു ആന്റി ഡാൻസ് കളിക്കുന്നു. നമ്മൾക്ക് കേൾക്കണോ കണ്ടു. ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പൂവാറിൽ തന്നെയുള്ള ഡേസി വാല എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. അത്യാവശ്യം നല്ല ലഞ്ചായിരുന്നു. ഫിഷ് ഫ്രൈ ഒക്കെ വളരെ റെയർ ആയിട്ട് ഇത്ര ടേസ്റ്റ് ആയിട്ട് പുറത്തുനിന്ന് കിട്ടാറുള്ളൂ സാധാരണ. ലഞ്ച് കഴിച്ചിട്ട് വന്നതിന് ശേഷം മാമിക്കുട്ടി ഫുൾ ഓൺ ആയിരുന്നു കേട്ടോ. ശേഷം നമ്മൾ നേരെ പോയത് വിഴിഞ്ഞം ഹാർബറിലേക്കാണ് കേട്ടോ. ഒരു ഹാർബറിലേക്ക് ടൂർ പോകുന്ന ആദ്യത്തെ ടീമായിരിക്കും നമ്മളുടേത്. ശേഷം നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അങ്ങോട്ട് കാച്ചി. അടുത്തത് കോവളം ബീച്ച്. സമുദ്ര ബീച്ചായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ വന്നത് ഇവിടെ ആയിരുന്നു. ആദ്യം ഞാൻ നനേണ്ട വെച്ച് പാൻറ്റൊക്കെ മടക്കി വെച്ച് ഫുൾ തയ്യാറെടുപ്പോടൊക്കെ നിന്നെങ്കിലും വാമുക്കുട്ടി എന്നെ ഏകദേശം പകുതിയോളം കുളിപ്പിച്ചു കേട്ടോ. പിന്നെ വാമിയുടെ കാര്യം പറയേ വേണ്ട, ആളവിടെ കിടന്ന് ഉരുളുമായിരുന്നു. ഇത് വാമിക്കുട്ടിയുടെ സ്ഥിരം വിഹാര കേന്ദ്രങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ അവക്കവിടെ തീരെ പേടിയില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു മണ്ണ് കണ്ടോ, ബ്ലാക്ക് കളറിൽ, അതത്രയും വാരി ദേഹത്തൊക്കെ തേച്ച് ആ വെള്ളത്തിൽ കിടന്ന് ഉരുണ്ട് അവസാനം ആ ഡ്രസ്സ് ഫുൾ അങ്ങനെ മാറ്റേണ്ടി വന്നു. അടുത്തത് വെട്ടുകാട് ചർച്ചായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് പിള്ളേരുടെ വകത ബാക്കി മണ്ണുവാരി കളി. അത് കഴിഞ്ഞ് ചർച്ചിന്റെ ഉള്ളിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ വീണ്ടും ബീച്ചിന്റെ സൈഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ ഞാൻ ദേ പിന്നെയും പെട്ടു. ഒരു കൂട്ടൻ ടോയ്സ്. ഓക്കെ ആണോ? ഉദ്ദേശ സാധനം കൈ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും വാമിക്കുട്ടി ഹാപ്പി. പിന്നീട് ഒന്നും നോക്കില്ല, ഒരു വലിയ ബക്കറ്റ് പോപ്കോൺ അങ്ങോട്ട് വാങ്ങിച്ച് ഷെയർ ചെയ്ത് അങ്ങോട്ട് കഴിച്ചു. ശേഷം വെട്ടുകാട് ചർച്ചിനോടും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മളത് യാത്ര തുടങ്ങി. ഇനി തിരിച്ച് അവനവന്റെ വീട്ടിലേക്ക്. ഇന്ന് കിട്ടിയ പുതിയ ചേച്ചിയോട് ടാറ്റയൊക്കെ പറഞ്ഞങ്ങനെ വാമിക്കുട്ടി ഇതാ വീട്ടിലേക്ക് മടങ്ങാണ്. ബാക്കി എന്തും എന്റെ കുട്ടി സഹിക്കും, പക്ഷെ യാത്രകൾ അവസാനിക്കുന്ന മാത്രം കുട്ടിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടമല്ല. അടുത്ത ട്രിപ്പ് നമുക്ക് ഉടൻ തന്നെ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇനി നേരെ വീട്ടിലേക്ക്.